ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഫിഷ് ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ഒരു മസാല റെഡിയാക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ. ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കാം. ഒരു 1 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ മീനിലേക്ക് ഇന്ന് പിടിക്കും. ഇനി നമ്മളുടെ ചോറ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇത് നമ്മൾ 2 സവാളയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നമുക്ക് മീനിൻ്റെ മസാലയിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനിയും ഇതിൽ നിന്നും എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മറ്റേ സൈഡ് നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റി പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് ഇതങ്ങ് ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട. അപ്പോൾ നമുക്ക് അതും കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 8 പച്ചമുളക് ചതച്ചതുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 2 തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് ഉള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ച് മസാല കോരി മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മീൻ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പം പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ആ മസാല ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മീൻ പൊടിയാതെ കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ നിന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാലയും മീനെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചോറ് ഇവിടെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മീനിൻ്റെ മസാലയും മീനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ആ മസാല ഉൾപ്പെടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഇരിക്കുന്ന ചോറ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചോറ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ്, അതിലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ദോശക്കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.